ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് റൈസിൻസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വേണം. എൻ്റെ കയ്യിൽ ഫ്രൈ ചെയ്ത കാഷ്യൂനട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഇനി ഇതേ ഓയിലിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പഞ്ചസാര മെൽട്ടാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ തേങ്ങ മൊരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഇല്ലാതാകും. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 മുട്ട നല്ലതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് തേങ്ങ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഇതിൻ്റെ നടുവിലായി മുട്ട മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മുട്ട ഇങ്ങനെ ചിക്കിയെടുത്ത് മാറ്റി വെച്ചാൽ മതി. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. മുട്ട ഇങ്ങനെ ചിക്കിയെടുത്ത ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു സിറപ്പ് റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 സ്പൂണ് പഞ്ചസാരയും ഒരു 4 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി സിറപ്പ് ഇവിടെ കിടന്ന് റെഡിയാകുന്ന ടൈം നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മൈദ, 2 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇങ്ങനെ ഓരോ തവി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ ഓരോ ദോശ ചുട്ടെടുത്ത ശേഷം ഇതിന് മുകളിലായി നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം.
ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട 4 പീസാക്കി എടുക്കാം. ശേഷം അതിൽ നിന്നും ഒരു പീസ് ഇതിന് മുകളിലായി വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്ത ശേഷം ഇനി വേറൊരു ദോശ എടുത്ത് അതിന് മുകളിൽ ആദ്യം ആക്കി വെച്ചത് വെച്ചു കൊടുക്കാം. ശേഷം ഇതിന് മുകളിലായി തേങ്ങയുടെ മിക്സ് കുറച്ചൊന്ന് വിതറി കൊടുക്കാം. പിന്നീട് ഇത് ആദ്യം ചെയ്തതുപോലെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ മുട്ട ഇല്ലാതെയും ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. മുട്ട ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്കാണ്. കൂടാതെ അധികം ഓയിലും യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി കൊണ്ട് ഇതിന് മുകളിലായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പഞ്ചസാരൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിന് മുകളിലായി സിറപ്പ് കുറച്ചായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മക്കൾസിനൊക്കെ നല്ലോണം ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ്. ഇതിന് നമ്മൾ പറയുന്നത് പനിനീർ പെട്ടി എന്നാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കമന്റ് ചെയ്യണേ. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.